വെച്ചിട്ടാണോ അവന്റെ കളി? ശരിയാക്കി തരാം. ഇതെന്റെ ജീപ്പാണ്, അതെനിക്ക് വേണം. തന്നെ എന്താണ് രണ്ടുപേരും കൂടി പതിവില്ലാത്ത ഒരു പിടിവലി? വിട്ടേ രണ്ടാളും. മുത്തശ്ശി, അതെനിക്ക് അച്ഛൻ വാങ്ങി തന്ന ജീപ്പാണ്. അതാണ് അവൻ എടുത്ത് കളിച്ച് നശിപ്പിക്കുന്നേ. അന്ന് മുത്തശ്ശി, അച്ഛൻ എന്നോട് കൂടെ കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെയും കൂടിയാണ് വണ്ടി. ആ, അത് രണ്ടുപേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത്. അപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ? ആ രണ്ട് വണ്ടിയും ഇങ്ങ് തന്നേ. മുത്തശ്ശി, ഒരു കാര്യം ചെയ്യാം. ഇത് രണ്ട് വണ്ടിയില്ലേ, ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും. രണ്ടുപേരും കൂടി കളിച്ചോ. അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും. സോറി മുത്തശ്ശി, ഇനി ഞങ്ങൾ തല്ലുകൂടില്ല. നല്ല കുട്ടികൾ. ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണോ എന്റെ കുട്ടികൾക്ക്? എന്നാ കേട്ടോ. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു. അവൻ ആ വലിയ മാവിൽ നിന്നും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു. അവൻ അങ്ങനെ രാജകീയമായി മാവിൽ രസിച്ചു താമസിക്കുന്നതിനിടയിലാണ് ഒരു തത്ത അതുവഴി വന്നത്. അങ്ങനെ ആ തത്ത മാവിലുണ്ടായിരുന്ന പൊത്തിലേക്ക് താമസം മാറ്റി. തത്തയും അണ്ണാനെ പോലെ തന്നെ ഒരു വലിയ മാങ്ങാക്കൊതിയനായിരുന്നു. അവനും അണ്ണാനെ പോലെ തന്നെ സദാസമയവും പൊത്തിൽ നിന്നും പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും. മുകളിലായി അണ്ണാനും ഉണ്ടാകും. നമ്മുടെ അണ്ണാരക്കണ്ണന് തത്ത ഒരു വലിയ ശല്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാവും നമ്മുടെ തത്തയും ഉന്നം വെക്കുന്നത്. അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത്. ഒരേ സമയം രണ്ടു പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാക്കി. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ. പിന്നെ അവർ തമ്മിൽ വഴക്കാവും. ഈ മാങ്ങ ആദ്യം കണ്ടത് ഞാനാണ്. ഞാൻ കണ്ടതിന് ശേഷമാണ് നീ അതിനെ കണ്ടത്. ഞാൻ കണ്ണിമാങ്ങ പ്രായത്തിലേ കണ്ടതാണ്. നീ ഇപ്പോഴല്ലേ വന്നത്? അല്ല, ഞാനാ കണ്ടത്. അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടി താഴേക്ക് വീണു. അപ്പോഴാണ് വിശന്ന് വലഞ്ഞ ഒരു കാക്ക അതുവഴി പറന്നു വന്നത്. കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു. കാക്കയ്ക്ക് സന്തോഷമായി. കാക്ക ആ മാങ്ങ തന്റെ കാലുകൾ കൊണ്ട് പൊട്ടിയെടുത്ത് ഒരു മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിച്ചു. അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല. അപ്പോൾ കാക്ക വിളിച്ചു പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും സങ്കടത്തോടെ തല താഴ്ത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അതുവഴി വന്നു. അന്നും പതിവ് പോലെ രാവിലെ തന്നെ അണ്ണാരക്കണ്ണനും തത്തമ്മയും തമ്മിൽ വഴക്ക് തുടങ്ങിയിരുന്നു. എന്താ ഇത്? എന്നും നിങ്ങളുടെ വഴക്ക് കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ്. എന്തൊരു കോലാഹലമാണിത്. എന്നും ഇത് കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി. എന്നാൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് അവസാനം ആ മാങ്ങ കാക്കച്ചാര് കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ്. നിങ്ങൾക്കോ വഴക്ക് കൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലേ? മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ മറ്റു വല്ല കൊച്ചു പ്രാണികളെയോ
പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പടക്കേണ്ടി വരും അല്ലേ? അണ്ണാരക്കണ്ണനും തത്തമ്മയും നാണം കെട്ട് തലയാട്ടി. ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല. ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഒരാൾക്കേ ഈ കാട്ടിൽ പറ്റൂ. ആരാണത്? മൂങ്ങ സന്യാസി. ഹേ, മൂങ്ങ സന്യാസിയോ? അയ്യോ, എനിക്ക് പേടിയാ. ആ ബെസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ പുഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത്. ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങേരെ കണ്ടു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നുപോയി. അങ്ങനെ നമ്മുടെ അണ്ണാരക്കണ്ണനും തത്തമ്മയും നമ്മുടെ മൂങ്ങ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നമസ്കാരം ചേട്ടാ, ഞങ്ങൾ ആ പുഴക്കരയിലുള്ള ആനച്ചാർ പറഞ്ഞിട്ട് വന്നതാ. എന്തു വേണം? വന്ന കാര്യം പറയൂ. അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം മൂങ്ങ സന്യാസിയോട് പറഞ്ഞു. ഇത് കേട്ട മൂങ്ങ സന്യാസി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ അതുമായി എന്റെ അടുത്ത് വരിക. ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം. അത് കേട്ടതും അണ്ണാനും തത്തമ്മയും തല ഉലുക്കി സമ്മതിച്ചു. കാരണം അവ എന്നും വഴക്ക് കൂടി മടുത്തിരുന്നു. പിറ്റേന്ന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ്. ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ്. ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് അണ്ണാരക്കണ്ണനും ഞാനാണ് ഇതിനെ പറിച്ചത് എന്ന് തത്തമ്മയും ആകെ ബഹളമായി. ഒച്ച വയ്ക്കാതെ സമാധാനമായി ഇരിക്കി. എന്നിട്ട് മൂങ്ങ സന്യാസി ആ മാങ്ങ ഒരു കത്തിയെടുത്ത് രണ്ടായി മുറിച്ചു. രണ്ട് തുല്യം കഷ്ണങ്ങൾ. ഒരു കഷ്ണം അണ്ണാരക്കണ്ണനും മറ്റേ കഷ്ണം തത്തയ്ക്കും കൊടുത്തു. അവനത് ആദ്യോടെ തിന്നു. നന്ദിയുണ്ട്. രാവിലെ ഒരു പഴുത്ത മാങ്ങ കഷ്ണം തിന്നാൻ കിട്ടിയിട്ട് എത്ര നാളായെന്നോ. എന്റെ മൂങ്ങച്ചാരെ, നിങ്ങൾ എത്ര എളുപ്പമായിട്ടാണ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തന്നത്. ഒന്നിലേക്കും എടുത്തു ചാടാതിരിക്കുക. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി. പരിഹാരത്തിനുള്ള വഴി താനെ തെളിഞ്ഞു വരും. ആ പറഞ്ഞത് ശരിയാണ്. മാങ്ങ ആരാണ് കണ്ടത്, ആരാണ് ആദ്യം തൊട്ടത് എന്നൊക്കെ തർക്കിക്കുന്നത് നിൽക്കാതെ ഞങ്ങൾ ആ മാങ്ങ ഇതേപോലെ രണ്ടായി പഴുത്ത് കഴിച്ചിരുന്നെങ്കിൽ ഈ വഴക്കും വക്കാണവും ഒന്നും ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? ശരിയാണ്. അങ്ങനെ അന്നു മുതൽ അണ്ണാരക്കണ്ണനും തത്തമ്മയും ആ മാവിലെ മാങ്ങകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ചിന്തിക്കുക, ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക. മുത്തശ്ശി, എല്ലാ വർഷവും വിഷു ആവുമ്പോഴേക്കും എങ്ങനെയാ ഈ കൊന്നകൾ പൂക്കുന്നത്? വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ്. മുത്തശ്ശി, കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം. അമ്പലത്തിൽ തൊഴാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതെ, വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്.
ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം. അത് ഞങ്ങൾ നോക്കാം. അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു. സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി. അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി. അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ കുട്ടിക്കുരങ്ങനും വന്നിരുന്നു. അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും. പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ കണ്ടു തുടങ്ങി. ആ മതി മതി, നട അടച്ചു. മോനെ വാ, നേരം വൈകി, പോകാം നമുക്ക്. അമ്മേ, ഭഗവാൻ എനിക്ക് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ഇടാൻ തന്നു. ഭഗവാന്റെ ആഭരണങ്ങളോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നെ വലിയ ഇഷ്ടാ. ഈയിടെ ആയിട്ട് ഇവന് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്പലത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം. ദേവദോഷം പറയരുത് പൂജാരി, അവൻ കുട്ടിയല്ലേ. കുട്ടിയാണെങ്കിലും കുരങ്ങനല്ലേ വർഗം. പൂജാരിയുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ കുട്ടിക്കുരങ്ങൻ മാത്രം ഉറങ്ങിയില്ല. ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം. ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി. ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ അമ്മ കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു. കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പായി. അങ്ങനെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു. പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത്. നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു. വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നോ? എഴുന്നേൽക്കട അവിടുന്ന്. അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി. കൂട്ടത്തിൽ അവന്റെ അമ്മയും. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ ആ അമ്മ മകനെ തട്ടിയുണർത്തി. കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി. പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. ഹായ്, എന്തൊരു ഭംഗി! ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉലകം കൊഴിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല. എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന അവനെ ശാസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളും എല്ലാം ചേർന്ന് അവന്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി. കുട്ടിക്കുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി. കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി. ഓടിത്തളർന്ന കുട്ടി
ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി ഊരി എറിഞ്ഞു. അത് ചെന്ന് വീണ മരത്തിൽ സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ. എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ. അത് ശരി, ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, ഇവൻ എന്നെ വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മോനെ, ഇവിടെ വന്നേ. അവൾ വരയ്ക്കുകയല്ലേ, അതെന്തിനാ എടുത്തുകൊണ്ട് പോയത്? ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല, അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത്. ആ പോട്ടെ, ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും. എവിടെ മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ, നോക്കട്ടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ. എന്നാൽ മുത്തശ്ശി ഇന്ന് 2 കിളികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 കിളികൾ താമസിച്ചിരുന്നു. ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു. 5 മുട്ടകളുണ്ട്. അത് വിരിഞ്ഞാൽ അവർക്ക് 5 മക്കളുണ്ടാകും. ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കിളികൾ. അതെ, കുഞ്ഞുങ്ങളായ പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കിന്നാനം പറയാനും ഒന്നും സൗകര്യം കിട്ടില്ല കേട്ടോ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളായാലും ഇല്ലേലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, എന്താണിത്? ഭൂമി കുലുക്കുമോ? അയ്യോ ചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ. ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും. ആനക്കുട്ടനുണ്ടോ? ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ കരച്ചില്ല കുലുക്കി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. ഞാൻ ആ പുഴക്കരയിൽ കാണും. ഇതും പറഞ്ഞ ആന അവിടെ നിന്നും നടന്നുപോയി. ആൺകിളി വേഗം വീട്ടിനുള്ളിലേക്ക് പറന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ഹാവൂ, ദൈവം രക്ഷിച്ചു. എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടുകൂട്ടിയ ഒരു അണ്ണാൻ അവിടേക്ക് വന്നു. ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ ആക്രമം. നമ്മൾ ചെറുജീവികൾ എന്ത് ചെയ്യാനാ? സഹിക്കുകയല്ലാതെ. ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ ഞങ്ങളെ സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, തേനീച്ചറാണി. ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാം. അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട്. അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു. ആ പക മനസ്സിൽ വെച്ച് നടക്കാണ് അവൾ. അവനോട് പ്രതികാരം ചെയ്യാൻ. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഐക്യമത്യം മഹാബലം. ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്ക്. ആൺകിളി നടന്ന കാര്യങ്ങൾ തേനീച്ചറാണിയോട് പറഞ്ഞു. ഞാനിതാ ഇപ്പൊ തന്നെ വരാം. ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ചറാണി. നമസ്കാരം. അറിഞ്ഞില്ലേ, നിന്റെ കൂട് തകർത്ത ആ മതയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി. ഇനിയും അവനെ ഇങ്ങനെ വെച്ച് പൊറപ്പിച്ചൂടാ. ശരിയാണ്, ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ചങ്ങാതിയുണ്ട്, അറിയാലോ, തവളച്ചേട്ടൻ.
അറിയാം, പുഴക്കരയിൽ താമസിക്കുന്ന മാക്രിക്കാരനല്ലേ? അതെ, ആ ആള് തന്നെ. നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു. അങ്ങേരെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നമുക്ക് തവളച്ചേട്ടനെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു. കാരണവർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ ആന ഇപ്പോൾ മതപ്പാടിലാണ്. അവനെ കൊണ്ട് ഇനി ആർക്കും ശല്യം ഉണ്ടാവരുത്. ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത്. ഉച്ചനേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും. അന്നേരം നിങ്ങൾ തേനീച്ചക്കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പായും. ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും. ദാഹം തീർക്കാൻ എന്തു വഴിയെന്ന് തിരയുകയാവും അവൻ. അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം. കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുയിലേക്ക് വരും. ചളിക്കുയിൽ ഇറങ്ങിയാൽ പിന്നെ അവന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ ചളിക്കുയിൽ കിടന്ന് അവനൊരു പാഠം പഠിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. മാക്രിക്കാരനവരുടെ സൂത്രം ഫലിച്ചു. വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേട്ടത്. ആനക്കൂട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു ചളിക്കുഴിയിലേക്കായിരുന്നു. കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല. നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും. ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും.